ജനങ്ങളോട് ഒരു ധാർഷ്ട്യവുമില്ലാതെ വിനയാന്വിതരായി പെരുമാറുന്ന കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പിണറായി വിജയനായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അത് വാർത്താ വിസ്ഫോടനമായി മാറിയേനെ. പക്ഷേ കോൺഗ്രസ് നേതാവിൻ്റെ വിനയാന്വിത ഓഡിയോ ആയതുകൊണ്ട് അതിന് വലിയ ന്യൂസ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ന്യൂസ് മാർക്കറ്റില്ല. ഒരു നിവേദനവുമായി വിളിച്ച വ്യക്തിയോട് പറയുകയാണ്, കൊറോണ വരാൻ പ്രാർത്ഥിച്ചോളൂ അത്രേ. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കേട്ടെ. അല്ല, നിവേദനം ഇങ്ങനെ തരുന്ന ആർക്ക് വേണമെങ്കിലും തരാം. നിങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ ഒരു നിവേദനം തരുന്നതിന്? നിവേദനം ആർക്ക് വേണമെങ്കിലും തരാമല്ലോ ആശാനെ. നിവേദനം തരുന്നതിന് എന്താ കുഴപ്പം? പക്ഷേ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി വന്നതുകൊണ്ടാണ് ഞാൻ ഡ്രസ് കൊടുത്തത്. ഇത്തവണ നിങ്ങൾ പ്രാർത്ഥിക്കും കോവിഡ് മഹാമാരി വരാൻ. അങ്ങനെയൊന്നും സംശയിക്കല്ലേ. നമ്മളെ പോലത്തെ എല്ലാ പ്രവർത്തനം കൊണ്ട് അങ്ങനല്ല. അതല്ല, ഒരു സ്കൂൾ ബസ്സിന് വേണ്ടി ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് MBA വിളിച്ചപ്പോഴുണ്ടായ ദുരനുഭവമാണ്. നിവേദനം ആർക്ക് വേണോ തരാം, അല്ലെങ്കിൽ കൊറോണ വരാൻ പ്രാർത്ഥിക്കും. എത്ര മികച്ചൊരു MP ആണ്, നല്ലൊരു ജനപ്രതിനിധിയാണ്. തിരഞ്ഞെടുത്തവർ ആഹ്ലാദിക്കൂ, അറുമാദിക്കൂ. ഇതുപോലുള്ളവരാണ് നിങ്ങളെ നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ സ്വാഭാവികമല്ലേ? അത് തറവാട്ടിപ്പറന്നവർ പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ടതല്ലേ? അതിനെയൊക്കെ എന്തിനാണ് വലിയ കാര്യമായിട്ട് എടുക്കുന്നത്? ഏതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പറഞ്ഞാൽ നമുക്കുടനെ അത് ധാർഷ്ട്യമാക്കാം, ധിക്കാരമാക്കാം, അഹങ്കാരമാക്കാം. ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാം. പക്ഷേ ഇത് സ്വാഭാവികമായൊരു സംഭവം പോലെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ ഓഡിയോ മുഴുവൻ കേൾക്കേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളും കോൺഗ്രസ്സുകാരും സതീശൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് നിങ്ങളെ ഈ ഓഡിയോ ബോധ്യപ്പെടുത്തും. ഹലോ നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഞാൻ നമ്മളെ തെക്കിൽപ്പറമ്പ് സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. പിന്നെ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കൂടിയാണ്. PC നസീർ എന്ന് പറയുന്നത്. സാറേ, ഞാൻ നമ്മളെ സ്കൂള് ഏകദേശം 1200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. നിങ്ങൾ വന്നിരുന്നു മുമ്പ്. അപ്പൊ ഞങ്ങള് 2 പ്രാവശ്യം സാറിന് ഒരു ബസ്സിന്റെ ആവശ്യമായിട്ടൊരു നിവേദനം തന്നിരുന്നു. അപ്പൊ അതിന്റെ എന്തോ ഇതുവരെ ഒരു ഇത് കാണുന്നില്ല. അത് ഇതുവരെ നമ്മൾ ബസ് കൊടുക്കുന്നില്ല. ഇപ്പൊ ബസ് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ബസ്സിന് ഇത്തവണത്തെ റേറ്റ് 40 ലക്ഷം രൂപയാണ്. അപ്പം 40 ലക്ഷം രൂപ കൊടുത്തിപ്പോ ഒരു ബസ് കൊടുക്കാൻ നമുക്ക് പറ്റിയ ഇതില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 16 ബസ് കൊടുത്ത കോവിഡ് മഹാമാരി കൊണ്ട് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്തില്ല. മനസ്സിലായോ? പ്പോഴാണ് ബസ് കൊടുത്തത്. ഇപ്പൊ ഫണ്ടുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എപ്പോഴെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് പൈസ ചെലവാക്കാൻ പറ്റുന്ന മാർഗത്തിലോട്ട് ആലോചിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ബസ്സിന്റെ ഇല്ല നിങ്ങൾ പറയുന്നത്? അത് എനിക്ക് ആകെ ഉള്ള ഫണ്ട് 5 കോടി രൂപയാണ്. അതില് 75 ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം, 37 പട്ടിക വർഗത്തിന് കൊടുക്കണം, പിന്നെ 15 ലക്ഷം രൂപ 27 ലക്ഷം മാറി. സാർ പറയുന്ന 75 ലക്ഷം 7 അസംബ്ലിക്ക് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഒരു അസംബ്ലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി പണം 50 ലക്ഷം രൂപ. അതൊരു സ്കൂളിന് 40 ലക്ഷം കൊടുത്താൽ പിന്നെ എല്ലാവരും എന്നെ തല്ലിക്കൊണ്ടു. അതെ സാറ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കളനാട് സ്കൂളിലേക്കും തെക്കിലെ സ്കൂളിലേക്കെല്ലാം കൊടുത്തു. അവിടെ ആകെ 200-250 കുട്ടികളാണ്. മലയാളത്തിലല്ലേ പറഞ്ഞേ? അതെ സാറ് പറഞ്ഞ മനസ്സിലായി. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിവേദനം തന്നുപോയത്. ശരി, ഓക്കെ. അല്ല, നിവേദനം ഇങ്ങനെ തരുന്ന ആർക്ക് വേണമെങ്കിലും തരാം. നിങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ ഒരു നിവേദനം തരുന്നതിന്? നിവേദനം ആർക്ക് വേണമെങ്കിലും തരാമല്ലോ ആശാനെ. നിവേദനം തരുന്നതിന് എന്താ കുഴപ്പം? പക്ഷേ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി വന്നതുകൊണ്ടാണ് ഞാൻ ഡ്രസ് കൊടുത്തത്. ഇത്തവണ നിങ്ങൾ പ്രാർത്ഥിക്കും കോവിഡ് മഹാമാരി വരാൻ. അങ്ങനെയൊന്നും സംശയിക്കല്ലേ. നമ്മളെ പോലത്തെ എല്ലാ പ്രവർത്തനം കൊണ്ട് അങ്ങനല്ല. അതല്ല, കോവിഡ് വരാൻ പ്രാർത്ഥിക്കുന്നു സാറ് പറയുന്നത് ശരിയല്ലോ. അത് കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. അതല്ല, കോവിഡ് വരാൻ പ്രാർത്ഥിക്കുന്നവരെ അവർ ഇൻസൾട്ട് ആക്കുന്നതല്ലേ സാറേ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ കോവിഡ് വന്നതുകൊണ്ടാണ് ഡ്രസ് കൊടുത്തത്. ഇനി പിണറായി വിജയൻ്റെ ഏതെങ്കിലും നോട്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മറുപടിയോ എടുത്ത് പൊക്കിക്കൊണ്ട് വരണം. അന്ന് നമുക്ക് വീണ്ടും കാണാം. ഈ സന്ദർഭത്തിൽ അതൊരു വലിയ വിവാദമല്ല. കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെയൊക്കെ ജനങ്ങളെടുത്ത് പെരുമാറാം. പാരമ്പര്യമുള്ളവരാണ്, കുടുംബ മഹിമയുള്ളവരാണ്, തറവാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്കൊക്കെ ആകാം. ഇത് തൊഴിലാളി പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഇത് കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കാര്യം അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു മനോഭാവം. എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP മാർ എത്രമാത്രം
ഗുണമുള്ളവരാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നൊന്ന് മനസ്സിലാക്കണേ. ഒരു സ്കൂൾ ബസ്സിന് വിളിച്ചു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ എടുത്ത് തരാൻ സൗകര്യമില്ല, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് തരും പോലെയാണ് വർത്തമാനം പറയുന്നത്. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ കേരളത്തിൽ ആസ്വദിക്കപ്പെടുകയും മറ്റ് ചില തെറ്റായ പ്രവണതകൾക്കെതിരെ ഒച്ച ഉയർത്തി മറുപടി പറഞ്ഞാൽ അതെല്ലാം ധാർഷ്ട്യക്കാരായും അഹങ്കാരികളുമായിട്ടും ചാപ്പ കുത്തുന്ന ആ ഇരട്ടത്താപ്പ് ഈ നാടിന് ഇത്തരം ഉദാഹരണങ്ങളിലൂടെ വേർതിരിച്ച് കാണാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ചർച്ചകളില്ലാതെ പോകുന്നതോ അല്ലെങ്കിൽ പ്രതികരണങ്ങളില്ലാതെ പോകുന്നതോ രാഷ്ട്രീയ വിമർശനങ്ങളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഒറ്റ കാരണമേ ഉള്ളൂ: പ്രിവിലേജുകളുടെ രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തുമാകാം. പക്ഷേ പണ്ടത്തെ കാലമല്ലല്ലോ. മാധ്യമങ്ങളുടെ താലോലിപ്പിനകത്ത് ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. നാടിനോട് ഇത് കാണിക്കുമല്ലോ. ഈ തോന്നിവാസവും നമ്മൾ തുറന്നു കാട്ടുമല്ലോ.